പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യമില്ല. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ ഇന്നലെയാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബെയിലിൻ ദാസിന് ജാമ്യമില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം. ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത്. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യമില്ല. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ ഇന്നലെയാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യമില്ല. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ ഇന്നലെയാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം. ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത്. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ബെയിലിൻ ദാസിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രോസിക്യൂഷന്റെ വാദം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ബെയിലിൻ ദാസിന് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ബെയിലിൻ ദാസിന്റെ ജാമ്യം സംബന്ധിച്ചുള്ള വാദം കേട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ബെയിലിൻ ദാസ് പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷാമിരിയാണ് തന്നെ ആദ്യം മർദ്ദിച്ചത് എന്നുള്ള വാദം ബെയിലിൻ ദാസ് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിക്കും പരിക്കേറ്റിട്ടുണ്ട്, പ്രതിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പരിക്കുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഷാമിരി തന്നെ ആദ്യം മർദ്ദിച്ചു. പുരികത്തിന്റെ മുകളിൽ ഈ ബെയിലിൻ ദാസിന് മുറിവുണ്ട്. കണ്ണട അടിച്ചു പൊട്ടിച്ചപ്പോൾ ആണ് ഈ മുറിവ് ഉണ്ടായിരിക്കുന്നത്. ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ ചെവിയിൽ അടിച്ചു, കേൾവിക്ക് തകരാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് കോടതി വ്യക്തമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ജാമ്യമില്ല എന്നുള്ള വാദം പറഞ്ഞതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുരികത്തിന് മുകളിൽ നഖം കൊണ്ട് മുറിവേറ്റ പാട് ബെയിലിൻ ദാസിന്റെ മുഖത്ത് ഉണ്ട് എന്നുള്ളതാണ്. ജാമ്യം നൽകരുത് എന്നുള്ള വാദം കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബെയിലിൻ ദാസ് നടത്തിയത് ഗൗരവമുള്ള കുറ്റമാണ്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ നാളെ വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. 27-ാം തീയതി വരെയാണ് പ്രതി റിമാൻഡിൽ കഴിയണം എന്നുള്ള നിർദ്ദേശം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 27 വരെ റിമാൻഡിൽ ബെയിലിൻ ദാസ് തുടരും. അതേസമയം തന്നെ നാളെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ തന്നെ ജാമ്യാപേക്ഷയിൽ ബെയിലിൻ ദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്കാണ് ആദ്യം മർദ്ദനമേറ്റത്, അതിന്റെ പ്രകോപനത്തിലാണ് താനും മർദ്ദിച്ചത് എന്നുള്ളതാണ് ബെയിലിൻ ദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ വാദം തന്നെയാണ് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെയും ബെയിലിൻ ദാസ് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇന്നിപ്പോൾ കോടതിയിൽ ബെയിലിൻ ദാസ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് കോടതി പരിശോധിക്കുകയും ചെയ്തു. അതിൽ ഈ പുരികത്തിന് മുകളിൽ നഖം കൊണ്ട് മുറിവേറ്റ പാടും, അതുപോലെ തന്നെ കേൾവിക്ക് തകരാറുണ്ട്, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ന്യായമാണ്, ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് 11-ാം നമ്പർ കോടതിയാണ് ബെയിലിൻ ദാസിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബെയിലിൻ ദാസിനെ നിലവിൽ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് ശേഷമായിരിക്കും റിമാൻഡിൽ വിടുക. സൂര്യഗായത്രി, ബെയിലിൻ ദാസിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി പറയുന്നത്. നേരത്തെ തന്നെ 3 വകുപ്പുകളാണ് ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകളിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ബെയിലിൻ ദാസിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. 126 ക്ലോസ് 2, അതുപോലെ തന്നെ 115 ക്ലോസ് 2, 74 എന്നീ വകുപ്പുകൾ പ്രകാരമാണ്
ജാമ്യമില്ലാ ഇതിൽ ബെയിലിൻദാസിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ മറ്റൊരു വകുപ്പ് കൂടി ഇന്നിപ്പോൾ പോലീസ് ബെയിലിൻദാസിനെതിരെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് അഭിഭാഷകയുടെ മുഖത്ത് പൊട്ടലേറ്റിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ BNS 118 ക്ലോസ് 3 എന്ന വകുപ്പ് കൂടി ഇന്നിപ്പോൾ ചേർത്തതിന് ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രതിക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത് 4 വകുപ്പുകളാണ്. ഈ 4 വകുപ്പുകളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റവും ബെയിലിൻദാസിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഇപ്പോൾ പ്രതി റിമാൻഡിൽ കഴിയണം എന്നുള്ള കാര്യം തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ബെയിലിൻദാസ് നടത്തിയത് ഗൗരവമുള്ള കുറ്റമാണെന്നും ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ആ വാദത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ അതേസമയം തന്നെ തനിക്കും അതിക്രൂരമായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ട്, ചെവിക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നത് സാധൂകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ ബെയിലിൻദാസ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് വാദം ഇന്നിപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ബെയിലിൻദാസിന് ജാമ്യമില്ല, 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം എന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും സൂര്യ അഭിഭാഷക ഷാമിലി മർദ്ദിച്ചു എന്നടക്കം പ്രതി കോടതിയിൽ പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ബെയിലിൻദാസ്? സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിന് ബെയിലിൻദാസിനെ പോലീസ് ജീപ്പിലാണ് വഞ്ചൂർ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നതും തിരിച്ചിപ്പോൾ കോടതിയിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നതും ഇന്നലെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്നലെ ബെയിലിൻദാസിനെ പിടികൂടി വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് ബെയിലിൻദാസിന്റെ പക്കൽ നിന്ന് പ്രതികരണം തേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു പ്രതികരണവും ബെയിലിൻദാസിന്റെ പക്കൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇന്നലെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കോടതിയിലിരിക്കുന്ന കാര്യമാണ്, അത് കോടതി തന്നെ താൻ പറഞ്ഞോളാം എന്നുള്ള പ്രതികരണമാണ് ബെയിലിൻദാസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇന്നലെ ചോദ്യം ചെയ്യൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിലും ഇതുപോലെ ഈ യുവാഭിഭാഷക തന്നെ മർദ്ദിച്ച കാര്യവും അതിനുശേഷമാണ് തനിക്ക് മർദ്ദിക്കേണ്ടി വന്നതെന്നുള്ള കാര്യമൊക്കെ ബെയിലിൻദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാമ്യാപേക്ഷയിലും അത്തരത്തിലുള്ള വാദം തന്നെയാണ് ബെയിലിൻദാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിന് പക്ഷേ ഇത്രത്തോളം ഗൗരവമുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് ബെയിലിൻദാസ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായിട്ട് തനിക്കും വലിയ പരിക്ക് ഈ യുവ അഭിഭാഷകയുടെ മർദ്ദനത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ ബെയിലിൻദാസിന് അത് കോടതിയിൽ ഹാജരാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഷാമിലി തന്നെ മർദ്ദിക്കുന്നു, അത് ഒന്നിൽ കൂടുതൽ തവണ മർദ്ദിച്ചു. ആദ്യ തവണ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല. പിന്നീട് താൻ കുനിഞ്ഞു, അപ്പോൾ തന്റെ കണ്ണാടി താഴെ വീണിട്ടുണ്ടായിരുന്നു. ആ കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു എന്നുൾപ്പെടെ ബെയിലിൻദാസ് ചോദ്യം ചെയ്യൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ പുരികത്തിന്റെ മുകളിൽ മുറിവുണ്ട്, അതുപോലെ തന്നെ കണ്ണട അടിച്ചു പൊട്ടിച്ചപ്പോഴുണ്ടായ മുറിവാണ് എന്നുള്ളതാണ് ബെയിലിൻദാസ് പറയുന്നത്. ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു, ചെവിയിൽ അടിച്ചു, കേൾവിക്ക് തകരാറുണ്ട് എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. ഈ പുരികത്തിന് മുകളിൽ നഖം കൊണ്ട് മുറിവേറ്റ പാടുണ്ട് എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ തനിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബെയിലിൻദാസ് പറയുന്നത്. എന്തായാലും ബെയിലിൻദാസിന് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് 11ാം നമ്പർ കോടതി യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ജാമ്യം നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് ജാമ്യം ലഭിക്കും, ജാമ്യം ലഭിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു ബെയിലിൻദാസിന്റെ ഒരു ആത്മവിശ്വാസം. അത് ബെയിലിൻദാസിനെ ഇന്നലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ ബെയിലിൻദാസിനോടൊപ്പം വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പിന്നീട് ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ബെയിലിൻദാസിന് ജാമ്യം ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസം ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെയിലിൻദാസിന് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൂടാതെ തന്നെ 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം എന്നുള്ള നിർദ്ദേശം കൂടി മജിസ്ട്രേറ്റ് 11ാം നമ്പർ കോടതി ഇന്നിപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വാദമെല്ലാം പൂർത്തിയായി. പ്രതി കൊണ്ട് വഞ്ചൂർ പോലീസ്
ഫോർട്ട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും പ്രതിയെ റിമാൻഡിൽ വിടുക. നാളെ വീണ്ടും കേസ് ഈ ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് കോടതിയുടെ നിർദ്ദേശം എന്നതനുസരിച്ചായിരിക്കും മറ്റ് നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുക. 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത്. ശരി, സൂര്യഗായത്രി. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിന് ജാമ്യമില്ല. 27 വരെ പ്രതി റിമാൻഡിൽ കഴിയണം. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും.